Good morning, students. In this class, we will be discussing about the multiplier approach of equity valuation and also valuation of preference shares. These two topics are the last portions of equity valuation chapter. So, moving to the slide, what is multiplier approach? Multiplier approach is the method that is used for the equity valuation method. ഇക്വിറ്റി വാല്യുവേഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലയർ അപ്രോച്ചിനെ കൺസിഡർ ചെയ്യുന്നത്. കുറേ മെനി ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ദ സ്റ്റോക്ക് വാല്യുവേഷൻ ബൈ യൂസിങ് ഏർണിംഗ് മൾട്ടിപ്ലയർ അപ്രോച്ച്. അതായത് ഏർണിംഗ് മൾട്ടിപ്ലയർ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് കുറേ ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യുന്നത്, അവരുടെ കോമൺ സ്റ്റോക്കിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. Okay. The reasoning for this approach is the volume of any investment is the present value of future returns, and for common stocks, the return investors are entitled to receive in the forms of net earnings. അതായത് ഇൻവെസ്റ്റേഴ്സിന് നെറ്റ് ഏർണിങ്സ് ആയിട്ട് എത്ര കിട്ടും, ആ നെറ്റ് ഏർണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അതായത് ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയിലെ നെറ്റ് ഏർണിങ്സിൽ നിന്നും ഇൻവെസ്റ്ററിന് എത്ര റിട്ടേൺ കിട്ടും, അതുപോലെ തന്നെ ആ ഫ്യൂച്ചർ റിട്ടേൺസിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതിനെയാണ് മൾട്ടിപ്ലയർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, one way investor can estimate the value by determining how many rupees they are willing to pay per rupees of expected earnings. അതായത് കമ്പനിയുടെ ₹1 കമ്പനിയുടെ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്ലയർ അപ്രോച്ചിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ₹1 കമ്പനിക്ക് ഏർണിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എത്ര രൂപ കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, പിന്നെ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് കാണാൻ വേണ്ടി എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ഇൻറ്റു അപ്രോപ്രിയേറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്ലയർ. അപ്പോൾ മൾട്ടിപ്ലയർ അപ്രോച്ചിൽ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയറിനെ അപ്രോപ്രിയേറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്ലയർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഈ അപ്രോപ്രിയേറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു, അത് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. മൾട്ടിപ്ലയർ അപ്രോച്ചിൽ എന്താണ്, കമ്പനിയുടെ നെറ്റ് ഏർണിങ്സിൽ നിന്നും ഇൻവെസ്റ്ററിന് കിട്ടുന്ന റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിപ്ലയർ അപ്രോച്ചിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൗ മെനി റുപ്പീസ് ദ ഇൻവെസ്റ്റർ ഈസ് വില്ലിംഗ് ടു പേ പെർ റുപ്പീസ് ഓഫ് എക്സ്പെക്റ്റഡ് ഏർണിങ്സ്. അതായത് ₹1 കമ്പനിക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എത്ര രൂപ കൊടുക്കണം. ഓക്കെ, അതിന് പിന്നെ പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് കാണാനുള്ള ഫോർമുലയാണ് EPS ഇൻറ്റു അപ്രോപ്രിയേറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്ലയർ. മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്. ഓക്കെ, EPS ഒക്കെ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ EPS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി വാല്യുവേഷനെ, അതായത് ഈ ഇക്വേഷനിലേക്ക്, അതായത് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് കാണാൻ വേണ്ടി EPS ഇൻറ്റു അപ്രോപ്രിയേറ്റ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്ലയർ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം, പ്രൈസ് ടു ഏർണിംഗ് അപ്രോച്ച്. ഓക്കെ, വി ഹാവ് മോർ അപ്രോച്ചസ് ഓഫ് equity valuation, namely price earning approaches to stock valuation. It is considered as the simplest approach to evaluate the shares. Okay, അതായത് സ്റ്റോക്ക് വാല്യുവേഷൻ മോഡലിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഫെയർലി മെക്കാനിക്കലായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലയർ അപ്രോച്ചിൽ കേട്ടോ, സ്റ്റോക്ക് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫെയർലി മെക്കാനിക്കലായിട്ടാണ് അതിൻ്റെ വാല്യുവേഷൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ അപ്രോച്ച്, അതായത് ഈ മൾട്ടിപ്ലയർ അപ്രോച്ച് എന്ന് പറയുന്നത് ചില സ്റ്റോക്കിൽ എന്താണ് ഓക്കെ ആണ്, പക്ഷേ ചില സ്റ്റോക്കിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എല്ലാ സ്റ്റോക്കിലും വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് പ്രൈസ് ഏർണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റോക്ക് വാല്യൂ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മോഡലായിട്ടാണ് നമ്മൾ പ്രൈസ് ഏർണിംഗ് അപ്രോച്ചിനെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലിസ്റ്റിക്
ഈ മെത്തേഡ്, അതായത് പ്രൈസ് ടു ഏർണിംഗ് അപ്രോച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഏർണിംഗ് അപ്രോച്ച്, അതായത് PE അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഏർണിംഗ് ഫോർമുല എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് PE എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, അതായത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. ഓക്കെ, then price earning ratio is commonly used to evolve that is price earning ratio is commonly used to evaluate. ഇവിടെ സ്ലൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതായത് യൂസ് ടു ഇവാലുവേറ്റ് എന്നാണ്. ഈ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ യാർഡ് സ്റ്റിക് ഫോർ ഇവാലുവേറ്റിംഗ് അണ്ടർ പ്രൈസിംഗ് ആൻഡ് ഓവർ പ്രൈസിംഗ് ഓഫ് എ പർട്ടിക്കുലർ കമ്പനി ഷെയർസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഡിസിഷൻസ് ക്യാൻ ബി ടേക്കൺ ഈസിലി. ഓക്കെ, അതായത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഷെയർ അത് എന്താണ്, ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ യൂസ് ചെയ്യുന്നത് ഒരു യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ ഷെയർസ്, ഒരു കമ്പനിയുടെ ഷെയർസ് ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്ന് ഫൈൻഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഡിസിഷൻസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അപ്പം ഇതിനുള്ളിൽ നോക്കാം, ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രൈസ് ഏർണിംഗ് ഫോർമുല എന്നാണ്. PE റേഷ്യോ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. സോ പ്രൈസ് ഏർണിംഗ് റേഷ്യോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈസ് യൂസ്ഡ് ആസ് എ യാർഡ് സ്റ്റിക് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ അണ്ടർ പ്രൈസ്ഡ് ആൻഡ് ഓവർ പ്രൈസ്ഡ് സ്റ്റോക്ക് of a particular company. So buying and selling decisions can be taken easily. Next നോക്കാം, as per this approach intrinsic value of share is estimated using the following formula. അതായത് ഈ അപ്രോച്ച്, അതായത് PE അപ്രോച്ച് അല്ലേ, പ്രൈസ് ഏർണിംഗ് അപ്രോച്ച് യൂസ് ചെയ്ത് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? EPS ഇൻറ്റു PE റേഷ്യോ. സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ ഇൻട്രൻസിക് പ്രൈസ് ഓർ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ ഇൻറ്റു PE റേഷ്യോ. നെക്സ്റ്റ് വൺ ആണ് DCF valuation models with PE ratio. അതായത് DCF valuation models can be used to develop an estimate of the justified PE for a stock. അതായത് DCF valuation models യൂസ് ചെയ്തിട്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, അതായത് ഒരു സ്റ്റോക്കിനുള്ള ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, റീകോൾ ചെയ്യാണ്. അതായത് ഗോർഡൻസ് ഗ്രോത്ത് ഫോർമുല നമ്മൾ റീകോൾ ചെയ്തു. എന്താണ്? ഗോർഡൻസ് മെത്തേഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മോഡൽ യൂസ് ചെയ്തിട്ട് ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? D1 ഡിവൈഡഡ് ബൈ K മൈനസ് D, ദാറ്റ് ഈസ് റെക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ഗ്രോത്ത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ DCF വാലുവേഷൻ മോഡൽസ് യൂസ് ചെയ്തിട്ട് PE റേഷ്യോ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്യാണ്. ആ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ ഫോർമുലേനെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ DCF മോഡൽ പ്രകാരമുള്ള PE റേഷ്യോ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ എഴുതാമല്ലോ. എങ്ങനെയാണ്? രണ്ട് തരത്തിൽ എന്ന് പറയുന്നത് P0 എന്ന് പറയുന്നത് P0 ഈസ് ഈക്വൽ ടു D ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ K മൈനസ് G എന്ന് എഴുതാമല്ലോ. അതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. സോ നമ്മൾ ഈ ഫോർമുലേനെ എന്ത് ചെയ്യുന്നു? D ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ K മൈനസ് G എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മുടെ DCF മോഡൽ അനുസരിച്ച് PE റേഷ്യോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനെ എന്ത് ചെയ്യണം? E1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. E1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏർണിങ്സ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് 12 മന്ത്സ് ആണ്. അതായത് ഈ രണ്ട് റേഷ്യോനെ, ഈ ഫോർമുലേനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? E1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, E1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
E1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏർണിംഗ് ഡ്യൂറിങ് ദ നെക്സ്റ്റ് 12 months. സോ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഷ്യോയിലേക്ക് വരും. ദാറ്റ് ഈസ് P0 അല്ല പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ E1 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ E1 ഓൾ ഡിവൈഡഡ് ബൈ K0. അതായത് നമ്മൾ ഈ രണ്ടെണ്ണത്തെയും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് രണ്ട് സൈഡിലെ നമ്മൾ എന്ത് ചെയ്യുന്നു? E1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ പ്രസൻറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ E1 ഈസ് ഇക്വൽ ടു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ E1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ K മൈനസ് G. ഈ ഫോർമുല എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ ഫോർമുലയിലായിട്ട് മാറും. അതായത് P0 ഡിവൈഡഡ് ബൈ E1 ഈസ് ഇക്വൽ ടു D1 ഡിവൈഡഡ് ബൈ E ഹോൾ ഡിവൈഡഡ് ബൈ K മൈനസ് G. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കാര്യം കൂടി ഇതിൽ റിമൈൻഡ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് D ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഏർണിങ്സ്. അതെന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ആണ്. ഓക്കെ, D ഡിവൈഡഡ് ബൈ E1 എന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ആണ്. അപ്പം ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഡിവൈഡഡ് ബൈ ഇതെന്ന് പറയുന്നത് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ആണ്. ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഡിവൈഡഡ് ബൈ റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ഈസ് 85%. Dividend growth rate is 3%. The record rate of return on equity is 8%. What is P ratio എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, P ratio എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ P ratio ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? P ratio എന്ന് പറയുന്നത് എന്താണ്? P ratio എന്ന് പറയുന്നത് D ഡിവൈഡഡ് ബൈ E1 ഹോൾ ഡിവൈഡഡ് ബൈ K മൈനസ് G. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് എന്ത്? ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. ദാറ്റ് മീൻസ് അതാണ് 85% എന്ന് തന്നേക്കുന്നത്. സോ 8.85 ഡിവൈഡഡ് ബൈ K എത്രയാണ് തന്നേക്കുന്നത്? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 8%. സോ 0.8 മൈനസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 3% ആണ്. സോ 0.3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17 എന്നാണ് കിട്ടുന്നത്. ഈ P റേഷ്യോ ഫൈൻഡ് ചെയ്യുമ്പോൾ 17 ടൈംസ് എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. 17 ടൈംസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് P റേഷ്യോ നോക്കാം, അല്ലെങ്കിൽ P അപ്രോച്ചിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് ആണ്. ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ഉള്ള രണ്ട് കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഏർണിങ്സിൽ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏർണിങ്സിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത്? ഒരു കമ്പനി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കില്ല വേറൊരു കമ്പനി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, രണ്ട് കമ്പനീസ്, എ കമ്പനിയുണ്ട്, ബി കമ്പനിയുണ്ട്. ഒരു കമ്പനി സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, വേറൊരു കമ്പനി യൂസ് ചെയ്യുന്നത് ഡിമിനിഷിങ് മെത്തേഡാണ്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ലോ ഡിപ്രിസിയേഷൻ ഉള്ള കമ്പനിയുടെ ഏർണിങ്സ് കൂടുതലായിട്ട് കാണിക്കും. ഓക്കെ, അപ്പം വാല്യൂ ഓഫ് ദ ഇതെന്ന് പറയുന്നത് കൂടും. സോ പ്രോഫിറ്റബിലിറ്റിയും ഏർണിങ്സ് കൂടുതലായിരിക്കും കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കുന്നത് ഏർണിങ്സിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് ഈ ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ സെയിം കമ്പനി സെയിം പെർഫോമൻസ് കമ്പനി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന വാലുവേഷൻ മെത്തേഡ്സിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഏർണിങ്സിൽ ഡിഫറൻസ് വരും. സോ ആ രണ്ട് കമ്പനിക്കും കിട്ടുന്ന P റേഷ്യോ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രെഡിക്റ്റബിലിറ്റി ആണ്. അതായത് ഒരു ബിസിനസ് ഡിഫറെൻറ്റ് ബിസിനസ് സൈക്കിൾസിൽ കൂടെയും അതുപോലെ തന്നെ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഏർണിങ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഏർണിങ്സ് ഈസ് നോട്ട് predicted because of business cycles and the earnings per year differs. Okay, that is business passes through the cycles and earnings in a particular year may not be the representative of its long term earning capacity. ഒരു പർട്ടിക്കുലർ ഇയറിൽ എത്ര ഏർണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലോങ് ടേമിൽ ആ ഏർണിംഗ് വെച്ച് നമുക്ക് ആ കമ്പനീനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമുക്കറിയാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ, ഒരുപാട് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നതാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും, കുറേ ഇയേഴ്സ് കൊണ്ട് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഏർണിംഗ് മേ ബി ഡിപ്രസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ ഇയർ ഡ്യൂ ടു ദ ഹ്യൂജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു ഇയറിൽ നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇയറിൽ ഏർണിങ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂ ഇയേഴ്സ് കൊണ്ട് റിയലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇങ്ങനെയുള്ള കേസിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വന്നതുകൊണ്ട് ആ കമ്പനിയുടെ ഏർണിങ്സ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഇയറിൽ കുറഞ്ഞു വേറൊരു ഇയറിൽ കൂടിയിരിക്കും. സോ അതും ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് ഡിഫറെൻറ്റ് ഗ്രോത്ത് റേറ്റ്. അതായത് ഓരോ ബിസിനസ്സിൻ്റെയും ഗ്രോത്ത് റേറ്റ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സെയിം ഇൻഡസ്ട്രിയിലും സെയിം സെക്ടറിലും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കമ്പനീസ് ആണെങ്കിലും അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഗ്രോത്ത് റേറ്റ് പി മോഡലിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രോത്ത് റേറ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ പല കമ്പനീസും പല റേഷ്യോസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോർഷനാണ് വാല്യുവേഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യുവേഷൻ. ഓക്കെ, നമുക്കറിയാം പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തില്ലെങ്കിലും എന്താണ്, പ്രിഫറൻസ് ഷെയർസിനുള്ള ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യണം. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ്. ദേ ക്യാൻ ക്ലെയിം ദ ഡിവിഡൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഗിവൺ ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഡിവിഡൻഡ് ടാക്സ് ഡിഡക്റ്റബിൾ ആണല്ലോ, അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസിനുണ്ട്. ഓക്കെ, നമ്മൾ നേരിട്ട് പോവുകയാണ്. വാല്യുവേഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്വസ്റ്റ്യൻ നോക്കാം. ദ ആനുവൽ ഡിവിഡൻഡ് ഫ്രം എ പ്രിഫറൻസ് ഷെയർ ഈസ് ₹5. ദ റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. വാട്ട് ഈസ് ഇറ്റ് വർത്ത് ടുഡേ? അപ്പോൾ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്, എത്രയാണ് ഡിവിഡൻഡ് 5 ആണ് തന്നിട്ടുണ്ട്, റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട് 10%. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. P0 ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ R. ഓക്കെ, D എത്രയാണ് 5 അല്ലേ, D 5 ഡിവൈഡഡ് ബൈ 0.10 ദാറ്റ് ഈസ് ₹50 അല്ലേ, ₹50 ആണ് എന്ത് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ റിക്കോർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാം. ഓക്കെ, ദ ഡിവിഡൻഡ് റുപ്പീ ഈസ് 5, ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 5, സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ P0 തന്നിട്ടുണ്ട് 50. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, P0 ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ R. ഇതിൽ R നമുക്ക് തന്നില്ല, R ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ P0 എന്ന് പറയുന്നത് 50 ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ D തന്നിട്ടുണ്ട്, D എത്രയാണ്, D എന്ന് പറയുന്നത് 5 ആണ്, 5 ഡിവൈഡഡ് ബൈ R ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇത് എന്താണ്, ഡിവിഷൻ ആണ്. അപ്പം ഇത് ഈക്വലിൻ്റെ അപ്പുറേക്ക് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 50R ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇവിടെ ഡിവിഷൻ ആയിരുന്നു, അത് ഈക്വലിൻ്റെ അപ്പുറേക്ക് ചെല്ലുമ്പോൾ എന്തായി, മൾട്ടിപ്ലിക്കേഷനായി. സോ 50R ഈസ് ഈക്വൽ ടു 5. സോ R എന്തായിരിക്കും, ഇവിടെ ഇൻറ്റു ആണ്. സോ 50 അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 50. 5 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുന്നത് എത്രയാണ്, 0.1. 0.1 എന്ന് പറയുന്നത് 10%. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. ഇപ്പം നമ്മൾ ഈ രണ്ട് ടോപ്പിക്സ് കവർ ചെയ്ത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മൺഡേ ഓൺവേഴ്സ് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഓൺ മൈ പേഴ്സണൽ വാട്സപ്പ് നമ്പർ. താങ്ക് യു.